ഹായ് ഗായ്സ്, PSC ടോപ്പ് ജെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളായിട്ട്, അതായത് 2024 ജൂൺ മാസത്തിൽ നടന്നിട്ടുള്ള പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ കോഡ് 66/2024 ആണ്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏവ? 1. സൈനിക സഹായ വ്യവസ്ഥ നാട്ടുരാജാക്കന്മാർക്ക് പരിപൂർണ അധികാരം നൽകി. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവിന് മറ്റ് വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാവുന്നതാണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം ശരിയാണ്. അതായത് സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം. ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവന. ഓക്കെ, അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തവ ഏതാണ്? ജപ്പാന്, ഇംഗ്ലണ്ട്, ജർമ്മനി, ഫ്രാൻസ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ജപ്പാൻ, ജർമ്മനി എന്നിവയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തവ. ഓക്കെ, അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏതാണ്? ബംഗാൾ ദേശീയ സർവകലാശാല, ജാമിയ മില്ലിയ ഡൽഹി, ഡൽഹി സർവകലാശാല, ശാന്തി നികേതൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉം അതായത് ഡൽഹി സർവകലാശാല, ശാന്തി നികേതൻ എന്നിവയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓക്കെ, അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ? ചേര രാജവംശം, മൂഷക രാജവംശം, ആയ് രാജവംശം, ചോള രാജവംശം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം അതായത് മൂഷക രാജവംശം, ആയ് രാജവംശം എന്നിവയാണ് താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓക്കെ, അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏവ? ഒന്നാമത്തത് കുമിന്താങ് പാർട്ടി, ബോൾഷെവിക് പാർട്ടി, ഫലാങ് പാർട്ടി, മെൻഷെവിക് പാർട്ടി. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം അതായത് കുമിന്താങ് പാർട്ടി, ഫലാങ് പാർട്ടി എന്നിവയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ഏവ? ബുധൻ, ചൊവ്വ, ശനി, ശുക്രൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം അതായത് ബുധൻ, ശുക്രൻ എന്നിവയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ. ഓക്കെ, അടുത്ത ചോദ്യം: അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിൻ്റെ പ്രഭവ മണ്ഡലമാണ് ഏത്? കാമ്പ്, ഭൂവൽക്കം, അസ്തനോസ്ഫിയർ, അഗ്നിപർവ്വത ജന്യശില. ഉത്തരം ഓപ്ഷൻ സി ആണ്. അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയർ ആണ് അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിൻ്റെ പ്രഭവ മണ്ഡലം. ഓക്കെ, അടുത്ത ചോദ്യം: താഴെ നൽകിയിട്ടുള്ളതിൽ മിസോസ്ഫിയറിൻ്റെ സവിശേഷതകൾ ഏതൊക്കെ? 1. വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണിത്. സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന ഏറ്റവും അപകടകാരിയായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയുടെ ഒരു രക്ഷാകവചമായി വർത്തിക്കുന്നത് ഓസോൺ പാളിയിലാണ്. അതിവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിലെ എല്ലാ തരത്തിലുള്ള ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഈ പാളിയിലാണ്. ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയാണ്. ഓക്കെ, ഇതിലേതാണ് ശരി? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം അതായത് വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണിത്. അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം: കാരക്കോറം, സസ്കർ, പിർ പഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്?
കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം. ഉത്തരം ഓപ്ഷൻ എ ആണ് കാശ്മീർ ഹിമാലയം. ഓക്കെ, കാശ്മീർ ഹിമാലയമാണ് കാരക്കോറം, സസ്കർ, പിർപഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം. ഓക്കെ, അടുത്ത ചോദ്യം, അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ മൂന്നിനം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടത്? ഓക്കെ, പഴങ്ങൾ, നെല്ല്, കാപ്പി, ഗോതമ്പ്. ഉത്തരം ഓപ്ഷൻ സി ആണ് കാപ്പി. ഓക്കെ, കാപ്പിയുമായി ബന്ധപ്പെട്ടതാണ് അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ മൂന്നിനം. ഓക്കെ, അടുത്ത ചോദ്യം, ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ആനമല, ചേരക്കൊമ്പൻ മല, പുളിച്ചിമല, ഇരുമ്പാരി, ഇളമ്പാരി മല. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇളമ്പാരി മല. ഓക്കെ, ഇളമ്പാരി മലയിൽ നിന്നാണ് ചാലിയാർ നദി ഉത്ഭവിക്കുന്നത്. അടുത്ത ചോദ്യം, ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് രണ്ട് ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് മാൻസിനസ് സി, സിംബലിയസ് എൻ. ഓക്കെ, മാൻസിനസ് സി, സിംബലിയസ് എൻ എന്നീ രണ്ട് ഗർത്തത്തിനിടയിലാണ് ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് നീതി ആയോഗ്. ഓക്കെ, നീതി ആയോഗ് എന്നാണ് പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേര്. ഓക്കെ, അടുത്ത ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് എം എസ് സ്വാമിനാഥൻ. ഓക്കെ, എം എസ് സ്വാമിനാഥനാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് നബാർഡ്. ഓക്കെ, നബാർഡാണ് ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം. ഓക്കെ, അടുത്ത ചോദ്യം, സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് പണപ്പെരുപ്പം. ഓക്കെ, പണപ്പെരുപ്പം എന്നാണ് സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര്. ഓക്കെ, അടുത്ത ചോദ്യം, സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഓക്കെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ. ഓക്കെ, അടുത്ത ചോദ്യം, 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് നിർമ്മല സീതാരാമൻ. ഓക്കെ, നിർമ്മല സീതാരാമനാണ് 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെൻറ്റ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. ഒന്നാമത്തത്, ലോകസഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. അടുത്തത്, സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. അടുത്തത്, മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്താവകാശം നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അടുത്തത്, 42ാം ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ശ്രീ നീലം സഞ്ജീവ റെഡ്ഡിയും ആയിരുന്നു. ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബിയും സിയും ശരി. ഓക്കെ, അതായത് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. അതേപോലെ തന്നെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്താവകാശം നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇത് രണ്ടുമാണ് ശരി. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക. ഒന്നാമത്തത്, ലോക്സഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് FPTP അനുസരിച്ചാണ്. ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോക്സഭാ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്. രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രസ്താവന നോക്കിയിട്ട് ഓപ്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുക. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ABD തെറ്റ്. ഓക്കെ, അപ്പോൾ ശരിയായത് സി ആണ്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോക്സഭാ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്. ഇത് ശരിയായ പ്രസ്താവനയാണ്. ബാക്കി ABD ഇത് 3 തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണെന്ന് കണ്ടെത്തുക. ഓക്കെ, ഉത്തരം ഓപ്ഷൻ സി ആണ് ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, ഡോക്ടർ BR അംബേദ്കർ ആണ് സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ
ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, നിർദ്ദേശക തത്വങ്ങളിൽ. നിർദ്ദേശക തത്വങ്ങളിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പഞ്ചായത്തി രാജ് സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം, ചേരും പടി ചേർക്കുക. അടിയന്തരാവസ്ഥ, ഭരണഘടനാ ഭേദഗതി, ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ, അവശിഷ്ടാധികാരങ്ങൾ. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2, 1, 4, 3. 2, 1, 4, 3 എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതായത് അടിയന്തരാവസ്ഥ അത് രണ്ടാമത്തത് ജർമ്മനിയാണ്. ഭരണഘടനാ ഭേദഗതി അത് 1 സൗത്ത് ആഫ്രിക്ക. ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ അത് 4 അമേരിക്ക. അവശിഷ്ടാധികാരങ്ങൾ അത് 3 കാനഡ. ഇങ്ങനെയാണ് ചേരുംപടി ശരിയായ ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതാണെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സർക്കാരിയ കമ്മീഷൻ. സർക്കാരിയ കമ്മീഷനാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ. അടുത്ത ചോദ്യം, ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം. എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിൻ്റെ വിശപ്പടക്കാൻ കഴിയൂ. ഇത് ആരുടെ വാക്കുകളാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ, ബാലഗംഗാധര തിലക്, സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണ്. ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം. എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിൻ്റെ വിശപ്പടക്കാൻ കഴിയൂ എന്നുള്ളത്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരാണെന്ന് കണ്ടെത്തുക. ഇവിടെ ചേരുംപടി ചേർക്കാനാണ്. ഭയത്തിൽ നിന്നുള്ള മോചനം, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, സ്വാതന്ത്ര്യത്തിൻ്റെ 2 മാനങ്ങൾ, സ്വാതന്ത്ര്യത്തിലേക്ക്. ഇവിടെ ഒന്നാമത്തത് ഭയത്തിൽ നിന്നുള്ള മോചനം അത് വരുന്നത് രണ്ടാമത്താണ്. ആങ് സാൻ സൂക്കി. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര അത് ഒന്നാമത്തതാണ് വരുന്നത്, നെൽസൺ മണ്ടേല. അടുത്തത് സ്വാതന്ത്ര്യത്തിൻ്റെ 2 മാനങ്ങൾ അത് 4മത്തതാണ്, ഇസയ ബെർലിൻ. അതേപോലെ സ്വാതന്ത്ര്യത്തിലേക്ക് അത് വരുന്നത് 3മത്തതാണ്, ജെഎസ് മിൽ. ഇങ്ങനെയാണ് ശരിയായ ജോഡി. അടുത്ത ചോദ്യം, നാരിശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കിയത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 2023 സെപ്റ്റംബർ 20. 2023 സെപ്റ്റംബർ 20 നാരിശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കിയത്. അടുത്ത ചോദ്യം, കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കളിത്തട്ട്. കളിത്തട്ട് എന്നുള്ള പദ്ധതിയാണ് കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി. അടുത്ത ചോദ്യം, കറുത്ത പട്ടേരി എന്ന് അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, വി ടി ഭട്ടതിരിപ്പാട്. വി ടി ഭട്ടതിരിപ്പാടാണ് കറുത്ത പട്ടേരി എന്ന് അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. അടുത്ത ചോദ്യം, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്നേഹസാന്ത്വനം. സ്നേഹസാന്ത്വനം എന്ന് പറയുന്ന പദ്ധതിയാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. പ്രസ്ഥാനം, സ്ഥാപകർ. ഒന്നാമത്തത് സമത്വ സമാജം, അതിൻ്റെ സ്ഥാപകർ വൈകുണ്ഠസ്വാമികളാണ്. ആത്മവിദ്യാസംഘം, അതിൻ്റെ സ്ഥാപകർ വക്ബടാനന്ദനാണ്. അതുപോലെ അരയ സമാജം, അതിൻ്റെ സ്ഥാപകർ കുമാരഗുരുദേവൻ തന്നെയാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, അതിൻ്റെ സ്ഥാപകർ 4മത്തതാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. അപ്പോൾ ഉത്തരം വരുന്നത് 2, 1, 3, 4 എന്ന രീതിയിലാണ്. അടുത്ത ചോദ്യം, ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലുപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മെഗലോബ്ലാസ്റ്റിക് അനീമിയ.
മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്നാണ് ഈ രോഗത്തിൻ്റെ നാമം. ഓക്കെ, അടുത്ത ചോദ്യം. മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡാഷ് കോശങ്ങളിൽ എത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ ഏത് കോശത്തിൽ പ്രവേശിച്ചിട്ടാണ് പ്രത്യുൽപാദനം നടത്തുന്നത്? ഓപ്ഷൻസ് ഉണ്ട്: ചെറുകുടൽ, തലച്ചോറ്, വൃക്ക, കരൾ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കരൾ. ഓക്കെ, കരളിലെ കോശങ്ങളിൽ എത്തിയിട്ടാണ് പ്രത്യുൽപാദനം നടത്തുന്നത്. പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി, കരൾ. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, CO2, മീഥൈൻ, CFC, N2O. ഓക്കെ, CO2, മീഥൈൻ, CFC, N2O എന്നിവയാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ. ഓക്കെ, അടുത്ത ചോദ്യം. IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യ പ്രതിരോധം നൽകുക. ഓക്കെ, ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക എന്നുള്ളതാണ് IMA നടപ്പിലാക്കിയ ഹെൽപ്പ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം. ഓക്കെ, അടുത്ത ചോദ്യം. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡോക്ടർ എസ് ഫൈസി. ഓക്കെ, ഡോക്ടർ എസ് ഫൈസി ആണ് 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ. ഓക്കെ, അടുത്ത ചോദ്യം. പ്രകാശവർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? ബലം, സമയം, വേഗത, ദൂരം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ദൂരം. ഓക്കെ, ദൂരത്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം എന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ എത്രയാണ്? ഓക്കെ, 1000 ജൂൾ പ്രവൃത്തിയാണുള്ളത്, സമയം 2 സെക്കൻഡാണ്. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ പവർ = വർക്ക് ബൈ ടൈമാണ്. അപ്പോൾ വർക്ക് 1000 ജൂളാണ്, സമയം 2 ആണ്. അപ്പോൾ 1000/2. ഉത്തരം 500 എന്നാണ് വരിക. അപ്പോൾ 500 ആണ് ഇവിടുത്തെ പവറായിട്ട് വരുന്നത്. അതായത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അടുത്ത ചോദ്യം. ജിയുടെ വില, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ, ഭൂഗുരുത്വാകർഷണ ബലത്തിൻ്റെ വില എന്ന് പറയുന്നത് ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്. ഇതിൻ്റെ കാരണം എന്താണ്? ഭൂമിയുടെ ആകൃതി, സൂര്യൻ്റെ മാസ്, ഭൂമിയുടെ മാസ്, ചന്ദ്രൻ്റെ മാസ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഭൂമിയുടെ ആകൃതി. ഓക്കെ, ഭൂമിയുടെ ആകൃതിയാണ് ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാകാനുള്ള കാരണം. ഓക്കെ, അടുത്ത ചോദ്യം. ISRO ഈയിടെ വിക്ഷേപിച്ച INSAT-3 DS ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ്? ഓപ്ഷൻസ് ഉണ്ട്: ഭൂസ്ഥിര ഉപഗ്രഹം, കാലാവസ്ഥ ഉപഗ്രഹം, ഭൗമനിരീക്ഷണ ഉപഗ്രഹം, ആശയവിനിമയ ഉപഗ്രഹം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, കാലാവസ്ഥാ ഉപഗ്രഹം. ഓക്കെ, കാലാവസ്ഥാ ഉപഗ്രഹമാണ് ISRO ഈയിടെ വിക്ഷേപിച്ച INSAT-3 DS എന്ന് പറയുന്ന ഉപഗ്രഹം. ഓക്കെ, അടുത്ത ചോദ്യം. അറ്റോമിക നമ്പർ 31 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത്? ഓക്കെ, അറ്റോമിക നമ്പർ 31 ആണ്. അങ്ങനെ ആകുമ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ്, പീരീഡ് 4 ഗ്രൂപ്പ് 13. ഈ ഭാഗത്താണ് അറ്റോമിക നമ്പർ 31 ഉള്ള മൂലകം വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. കാർബൺ ഡൈ ഓക്സൈഡ് CO2 വാതകത്തിൻ്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തത്, 30.98 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമേ CO2 വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തത്, CO2 വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. CO2 വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്തത്, 30.98 ഡിഗ്രി സെൽഷ്യസിൽ മാത്രം CO2 വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കില്ല. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ, അതായത് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്.
അതായത് CO2 വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. KMgAlSi എന്നീ മൂലകങ്ങളുടെ ലോഹ സ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, KMgAlSi. ഓക്കെ, പൊട്ടാസ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ എന്നിങ്ങനെയാണ് ഈ മൂലകങ്ങളുടെ ലോഹ സ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം. ഓക്കെ, അടുത്ത ചോദ്യം. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ്? ലെഡ്, അലുമിനിയം, പ്ലാറ്റിനം, ലിഥിയം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ലിഥിയം. ഓക്കെ, ലിഥിയമാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം. ഓക്കെ, അടുത്ത ചോദ്യം. കൂടുതൽ വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ, ഒന്നിച്ച് എന്ന മുദ്രാവാക്യം ഏത് കായിക മേളയുടേതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഒളിമ്പിക്സ്. ഓക്കെ, ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യമാണ് കൂടുതൽ വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ, ഒന്നിച്ച്. ഓക്കെ, അടുത്ത ചോദ്യം. 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓപ്പൺഹെയ്മർ. ഓക്കെ, ഓപ്പൺഹെയ്മർ ആണ് 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം. ഓക്കെ, അടുത്ത ചോദ്യം. അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്ത ലവനിയിലാദിമമായ ഒരാത്മരൂപം തുടങ്ങുന്ന ഈ ഒരു വരികൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏത് കൃതിയിലേതാണ്? ദൈവദശകം, ആത്മോപദേശ ശതകം, ദർശനമാല, അനുകമ്പ ദശകം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആത്മോപദേശ ശതകം. ഓക്കെ, ആത്മോപദേശ ശതകത്തിലെ വരികളാണ് ഈ വരികൾ. ഓക്കെ, അടുത്ത ചോദ്യം. CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതെല്ലാം? ഓക്കെ, സാകേതം, കലി, ദൈവത്താർ, ലങ്കാലക്ഷ്മി. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം. സാകേതം, ലങ്കാലക്ഷ്മി എന്നിവയാണ് CN. അടുത്ത ചോദ്യം. കണ്യാർകളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? 1. പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരത്തിലുള്ളതാണ്. മലമക്കളി, ദേശക്കളി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ചിലപ്പതികാരത്തിലെ കണ്ണകീദേവിയെ പ്രീതിപ്പെടുത്താനുള്ള കളിയാണിത്. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം 3ഉം ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇത് 3ഉം കണ്യാർകളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകളാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? ആശാ പൂർണാദേവി, ശരൺകുമാർ ലിംബാളെ, പ്രഭാവർമ്മ, M. ലീലാവതി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം. അതായത് ശരൺകുമാർ ലിംബാളെ, പ്രഭാവർമ്മ എന്നിവരാണ് സരസ്വതി എന്നിവരാണ് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ. ഓക്കെ.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.